വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 18ാമത്തെ ചാപ്റ്ററായ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററാണ്. ഞാനിപ്പം എൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, സോ എല്ലാ ജീവജാലങ്ങൾക്കും ന്യൂട്രിയൻസും ഓക്സിജനും ബാക്കിയുള്ള എല്ലാ എസെൻഷ്യൽ സബ്സ്റ്റൻസുകളും വേണം. കൂടാതെ തന്നെ എല്ലാ വേസ്റ്റായിട്ടുള്ള ഹാംഫുൾ സബ്സ്റ്റൻസുകളും നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തോട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, ഈ ബോഡിയുടെ മൂവ്മെൻറ്റ്, ഈ ഓരോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ് ഈ സബ്സ്റ്റൻസുകളുടെ മൂവ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നത് ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലേക്ക്. ഓരോ ആനിമൽസിലും ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ചെറിയ ഓർഗാനിസമായ സ്പോഞ്ചുകളിലും സീലൻഡ്രേറ്റുകളിലും അവിടെ വെള്ളം വാട്ടർ സറൗണ്ടിങ്ങിൽ നിന്ന് അതിൻ്റെ ബോഡി ക്യാവിറ്റിയിലൂടെ എന്ത് ചെയ്യും, വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് സബ്സ്റ്റൻസുകൾ എക്സ്ചേഞ്ച് ചെയ്യും. കുറച്ചും കൂടി കോംപ്ലെക്സ് ബോഡി സ്ട്രക്ചറുള്ള ഓർഗാനിസം സ്പെഷ്യൽ ഫ്ലൂയിഡ്സ് തൻ്റെ ബോഡിക്കകത്ത് തന്നെ ഉണ്ടായിരിക്കും. ആ സ്പെഷ്യലായിട്ടുള്ള ഫ്ലൂയിഡ്സാണ് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ബ്ലഡ്. ഹയർ ഓർഗാനിസം ഇൻക്ലൂഡിങ് ഹ്യൂമൻസിൽ ഇത് കാണാറുണ്ട്. മറ്റൊരു ബോഡി ഫ്ലൂയിഡാണ് ലിംഫിന് കളർലെസ് ഇല്ല, RBC ഒന്നും അതിനകത്തില്ല. പക്ഷേ ഇത് സബ്സ്റ്റൻസുകളുടെ ട്രാൻസ്പോർട്ടിന് സഹായിക്കും. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലഡിൻ്റെയും ലിംഫിൻ്റെയും കോമ്പോസിഷനും അതിൻ്റെ എല്ലാം പ്രോപ്പർട്ടികളുമാണ്. ബ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലൂയിഡ് മാട്രിക്സും പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെൻറ്റ്സ്. ഫോംഡ് എലമെൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഫസ്റ്റ് വൺ, പ്ലാസ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രോ കളേർഡ് വിസ്കസ് ഫ്ലൂയിഡ്. ഏകദേശം നമ്മുടെ ബ്ലഡിൻ്റെ 55% പ്ലാസ്മയാണ്. ആ 55%-ൽ 90 മുതൽ 92% വെള്ളവും പ്രോട്ടീനും കൊണ്ടാണെങ്കിൽ വെള്ളം കൊണ്ടാണ്. ആൻഡ് 6 മുതൽ 8% പ്രോട്ടീനും. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഫൈബ്രിനോജൻ ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ദെൻ ഗ്ലോബുലിൻ ഡിഫെൻസ് മെക്കാനിസം. ആൽബുമിൻ ഓസ്മോട്ടിക് ബാലൻസിനെ സഹായിക്കും. ദെൻ പ്ലാസ്മയിൽ കുറച്ച് ശതമാനം മിനറൽസ് ഉണ്ട്. അതിന് Na+, Ca2+, Mg2+, HCO3- ആൻഡ് Cl- എക്സെട്ര. ബാക്കിയുള്ള ന്യൂട്രിയൻസ് ആണ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് എക്സെട്ര. ഓക്കെ, ഇതെല്ലാം പ്ലാസ്മയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഓൾവേസ് ഇൻ ട്രാൻസിറ്റ് ഇൻ ദ ബോഡി. നമ്മുടെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് പ്ലാസ്മയ്ക്കകത്താണ് പ്രസൻ്റ് ആയിരിക്കുന്നത് ഇൻ ആൻ ഇനാക്റ്റീവ് ഫോം. ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മയെ സെറം എന്ന് വിശേഷിപ്പിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫോംഡ് എലമെൻറ്റ്സ്. ഫോംഡ് എലമെൻറ്റ്സിനകത്ത് വരുന്നതാണ് എറിത്രോസൈറ്റ്, ല്യൂക്കോസൈറ്റ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, ഇത് നമ്മുടെ ബോഡിയിൽ 45% ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലഡ് എന്ന് കാണുമ്പോൾ ശരിക്കും നമ്മൾ പുറമേ കാണുന്നതെല്ലാം എന്താണ്, നമ്മളിപ്പം ഒരു കൈ നന്നായിട്ട് മുറിച്ച് പുറത്തോട്ട് വരുന്ന ബ്ലഡാണ്. ഓക്കെ, ആ ബ്ലഡ് വന്നു കഴിഞ്ഞതിന് ശേഷം ക്ലോട്ട് ഉണ്ടാവും, ദാറ്റ്സ് ട്രൂ. അതൊക്കെ പ്ലാസ്മയുടെ ഉത്തരവാദിത്തമാണ്. ശരിക്കും പ്ലാസ്മ ഇത്രമാത്രം ഉണ്ട്. എവിടെയെങ്കിലും മുറിഞ്ഞു ക്ലോട്ടിങ്ങിനെല്ലാം സഹായിക്കും. പിന്നെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഇതിനെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡാണ്. യെസ്, ബ്ലഡിനകത്ത് തന്നെ
പ്ലാസ്മയാണ്. ആർ ബി സി ഹീമോഗ്ലോബിനെ ക്യാരി ചെയ്യും. അപ്പം ആർ ബി സിക്ക് ഗ്ലൂക്കോസും അമിനോ ആസിഡ്സിലൊന്നും വലിയ റോളൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണ്ടുന്ന മിനറൽസും ന്യൂട്രിയൻസ് എല്ലാം കൊണ്ടുവന്ന താരം ആരാണ്? പ്ലാസ്മയാണ്. പക്ഷെ അവനെല്ലാവരും വില കുറച്ച് കാണുന്നു. സാരമില്ല, പോട്ടെ. ഇനി എറിത്രോസൈറ്റിനെ കുറിച്ച് പറയാം. എറിത്രോസൈറ്റ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ആർ ബി സി, ഇത് ഒരു 50 ലക്ഷം മുതൽ 55 ലക്ഷം വരെ കാണാം. ഓഫ് ആർ ബി സി (3) എന്നാണ് പറയുന്നത്. ശരിക്കും ഓരോ ഡ്രോപ്ലെറ്റിലും ഒരുപാട് സെല്ലുകൾ, ഒരു ഡ്രോപ്ലെറ്റിലാണ് ഇത്രയും സെല്ല് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആർ ബി സി ആർ ഫോംഡ് ഇൻ ദ റെഡ് ബോൺ മാരോ ഇൻ ദ അഡൽട്ട്. മിക്ക മാമൽസിൻ്റെയും ആർ ബി സിക്കകത്ത് ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ നമ്മുടെ ക്യാമലിൻ്റെ ആർ ബി സിക്കകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. കൂടാതെ തന്നെ അതിൻ്റെ ഷേപ്പ് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്കൊരു ബൈകോൺകേവ് ഷേപ്പാണ്, അതിനൊരു ഓവൽ ഷേപ്പ്. ഓക്കെ, then they have a red colored iron containing complex called ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് ഈ ഒരു കളറും സെല്ലിനുള്ള നെയിമും കൊടുത്തേക്കുന്നത്. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് 12 മുതൽ 16 ഗ്രാം ഓഫ് ഹീമോഗ്ലോബിനാണ് എല്ലാ 100 ml ഓഫ് ബ്ലഡിലും കാണാൻ വേണ്ടി പറ്റുന്നത്. These molecules have a significant role in the transport of respiratory gases. അപ്പം ആർ ബി സിയെ വില കുറച്ച് കാണരുത്. അവനാണ് റെസ്പിറേഷന് കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ടൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു ആർ ബി സിയുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 4 മാസമാണ്, അതായത് 120 ഡേയ്സ്. എന്നിട്ട് ആർ ബി സിയുടെ ഗ്രേവ് യാർഡ് എന്നറിയപ്പെടുന്ന സ്പ്ലീനിന് സ്പ്ലീനിൽ വെച്ച് ഡിസ്ട്രോയ് ആവും. അടുത്തതാണ് ലൂക്കോസൈറ്റ്. ലൂക്കോസൈറ്റ് ഓർ വൈറ്റ് ബ്ലഡ് സെൽസ് ഓർ WBC ആർ കളർലെസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഹീമോഗ്ലോബിൻ. അവർ ന്യൂക്ലിയേറ്റഡ് ആണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ലെസ്സർ ഇൻ നമ്പർ, ദറ്റ് ഈസ് 6000 to 8000 millimeter ക്യൂബേ ഉള്ളൂ. അവർ വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. മെയിൻ കാറ്റഗറി ഓഫ് WBC, അതായത് WBC രണ്ടായിട്ട് തിരിക്കും, ഗ്രാനുലോസൈറ്റും അഗ്രാനുലോസൈറ്റും. ഗ്രാനുലോസൈറ്റിനകത്ത് വരുന്നതാണ് ബെൻ വരും. ഒന്ന് ബേസോഫിൽ, ഈസ്നോഫിൽ, ന്യൂട്രോഫിൽ. അഗ്രാനുലോസൈറ്റിനകത്ത് വരുന്നതാണ് ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഓക്കെ, ദെൻ ലിംഫോസൈറ്റ് വരും. ന്യൂട്രോഫിലാണ് ഏറ്റവും കൂടുതൽ അബണ്ടൻറ്റ്, ഏകദേശം 60 മുതൽ 65% ഓഫ് ദ ടോട്ടൽ WBC. ബേസോഫിൽ ഏറ്റവും ലീസ്റ്റ്. ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റോസിസിന് സഹായിക്കും, ദാറ്റ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫോറിൻ ഓർഗാനിസം. ബേസോഫില് സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ എക്സെട്ര. ഇത് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിന് സഹായിക്കും. ഈ സെറോട്ടോണിനാണ് നമ്മുടെ ബോഡിക്കകത്ത് ഹോർമോൺ റിലീസ് ചെയ്യും, ലവ് എന്ന ഇമോഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഹെപ്പാരിൻ എന്ന് പറയുന്നതും ഒരു കെമിക്കലാണ്. ഓക്കെ, ദെൻ ഈസ്നോഫില് 2 മുതൽ 3% വരെയുണ്ട്. ഇറ്റ് റെസിസ്റ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, സോ ബ്ലഡ് എന്ന് പറയുമ്പോൾ ബ്ലഡിനകത്ത് നമ്മളിപ്പം ചില പസ്സൊക്കെ വരുമല്ലോ, പസ്സൊക്കെ വരും. അത് ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുവന്നിരിക്കുന്ന മാത്രമല്ല ബ്ലഡ്, അത് മനസ്സിലാക്കണം. ഞാൻ പണ്ടൊക്കെ ബ്ലഡ് എന്ന് പറയുമ്പോൾ ശരിക്കും RBC ഉണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലാസ്മയുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. പ്ലാസ്മയാണ് ഏറ്റവും കൂടുതൽ. നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ആൽബുമിൻ, ഗ്ലോബുലിൻ, കൂടെ ന്യൂട്രിയൻസ്, മിനറൽസ്, ഇത്രമാത്രം സംതിങ് ഗ്രേറ്റ്. ഓക്കെ, മാമൽസ് ന്യൂക്ലിയസ്
ബൈകോൺകേവ് ആവുന്നതിൻ്റെ കാര്യം സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനാണ്. ഓക്കെ, ലിംഫോസൈറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ബി ആൻഡ് ടി ഫോം. ബി ആൻഡ് ടി ലിംഫോസൈറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ്. സോ അതൊക്കെയാണ് അവിടെ പഠിക്കാൻ വേണ്ടിയുള്ളത്. ഇനി പ്ലേറ്റ്ലെറ്റ്സിനെ നമ്മൾ ത്രോംബോസൈറ്റ് എന്ന് വിളിക്കും. ആർ സെൽ ഫ്രാഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മെഗാ കാരിയോസൈറ്റ്. ദെൻ ഇത് സ്പെഷ്യൽ സെൽസാണ് ഇൻ ബോൺ മാരോ. ബ്ലഡ് നോർമലി കണ്ടെയ്ൻ ഒരു 15 ലക്ഷം മുതൽ 35 ലക്ഷം വരെ. നമ്മളവിടെ പറഞ്ഞത് 50 ലക്ഷമാണ്. ഇത് 15 മുതൽ 35 ലക്ഷം പ്ലേറ്റ്ലെറ്റ്സ് വരെ. പ്ലേറ്റ്ലെറ്റ്സിന് ക്യാൻ റിലീസ് എ വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ്. കൂടുതലും ഉപയോഗിക്കുന്നത് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, എ റിഡക്ഷൻ ഇൻ ദെയർ നമ്പർ. ഇപ്പം ആ ഒരു 15 ലക്ഷം എന്ന് പറയുന്ന നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്യാൻ ലീഡ് ടു ക്ലോട്ടിങ് ഡിസോർഡേഴ്സ്. ക്ലോട്ടിങ് ചെയ്യാതെ വന്ന് എക്സ്ട്രാ കുറേ ബ്ലഡ് ഇങ്ങനെ പോയി അസുഖം ഉണ്ടാവും. ഓക്കെ, ക്ലോട്ടിങ് ഡിസോർഡർ ഉണ്ടാവും. ഇനി നമ്മൾ പണ്ട് മുതൽ പറയാറുണ്ട്, ചില ആളുകൾ പറയൂലേ, എടാ നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്, പക്ഷെ നിൻ്റെ അച്ഛനും അമ്മയും ബിയും ഓയും ആണ്, അപ്പോൾ നീ അവരുടെ മോനല്ല എന്നൊക്കെ പറയില്ലേ. എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയാം. വേരിയസ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ബ്ലഡ് ആണ് നമ്മൾ കാണാറുള്ളത്. അതിൽ 2 ടൈപ്പ് ഗ്രൂപ്പിംഗ് ആണ്, എ ബി ഒയും ആർ എച്ചും. എ ബി ഒ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് 2 സർഫസ് ആൻറ്റിജൻ.
ആൻറ്റിജൻ എന്ന് പറയുന്നത് ദ കെമിക്കൽസ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓക്കെ, എ ആൻഡ് ബി. Similarly, the plasma of different individuals contain two natural antibody. Antibody means എന്താണ്, it's a protein produced in response to antigen. The distribution of antigen and antibody in the four group of blood എന്ന് പറയുന്നത് A, B, AB and O. Then you probably know that during blood transfusion ഇപ്പോൾ ബ്ലഡിൻ്റെ ഇപ്പം ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റി അയാൾ എ ഗ്രൂപ്പാണ്, എ ഗ്രൂപ്പ് ആൾക്ക് ബി ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റുമോ? അപ്പം എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഒരു ബ്ലഡിൻ്റെ ട്രാൻസ്ഫർ നടക്കത്തില്ല. ഓക്കെ, അപ്പം ചിലപ്പം ഡോണറിൻ്റെ ബ്ലഡ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡുമായിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ഓക്കെ, ദെൻ അങ്ങനെ സംഭവിച്ചാൽ പ്രോബ്ലം ഓഫ് ക്ലംപിംഗ് ഉണ്ടാകും. ക്ലംപിംഗ് മീൻസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് RBC. ഓക്കെ, ഇനി ബ്ലഡ് ഗ്രൂപ്പ് എ ആണെങ്കിൽ അതിനകത്തുള്ളതാണ് ആൻറ്റിജൻ എ. സോ ആൻറ്റിബോഡി ഇൻ പ്ലാസ്മ എന്ന് പറയുന്നത് ആൻറ്റി ബി. സോ ഡോണറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും ഒയും ആവാം. ഇനി ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ ആൻറ്റിജൻ ബി ആണ്, ആൻറ്റിബോഡി എ. സോ ബ്ലഡ് ഗ്രൂപ്പ് ബിയും സീറോയും. എ ബി ആണെങ്കിൽ എയും ബിയും ആണ് ആൻറ്റിജൻ, ആൻറ്റിബോഡി ഒന്നുമില്ല. അപ്പം എ ബി സീറോ. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്. ആർക്ക് വേണമെങ്കിലും അവന് ബ്ലഡ് കൊടുക്കാം. ഒ എന്ന് പറയുമ്പോൾ അവൻ ആൻറ്റിജൻ ഒന്നുമില്ല, പക്ഷെ ആൻറ്റിബോഡി ആൻറ്റിജൻ എയും ബിയും ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ. അടുത്തതാണ് RH ഗ്രൂപ്പിംഗ്. RH ഗ്രൂപ്പിംഗ്, ഇറ്റ്സ് another ആൻറ്റിജൻ. RH ആൻറ്റിജൻ ഇസ് സിമിലർ ടു വൺ റീസസ് മങ്കിയിൽ പ്രസൻ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ റീസസ് മങ്കിയുടെ RH, അതാണ് RH എന്ന പേര് വന്നത്. ഇത് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ RBC. ഇനി നിയർലി 80% of the human, okay, then such individuals are called RH positive, and ആൻറ്റിജൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് RH നെഗറ്റീവും ആണ്. RH പോസിറ്റീവ് ബ്ലഡ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് ആണ്. അതായത് RH പോസിറ്റീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് RH നെഗറ്റീവായിട്ടുള്ള വൈഫുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു കോയിറ്റസ് എന്നാണ് പറയുന്നത്. കോയിറ്റസിൽ ഏർപ്പെട്ടതിന് ശേഷം വരുന്ന ഒരു കുഞ്ഞ് RH പോസിറ്റീവ് ആണെങ്കിൽ, അതായത് RH നെഗറ്റീവായിട്ടുള്ള അമ്മ RH പോസിറ്റീവായിട്ടുള്ള കുഞ്ഞിന് ജന്മം കൊടുക്കുന്നെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് വലിയ പ്രശ്നം, അതായത് ഒരു സ്പെഷ്യൽ കേസ് ഓഫ് RH ഇൻകോമ്പാറ്റബിലിറ്റി, അതായത് മിസ്മാച്ചിങ്, അതോടെ ബ്ലഡ് ഗ്രൂപ്പ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ബിറ്റ്വീൻ ദ RH നെഗറ്റീവ് ബ്ലഡ് ഓഫ് ദ പ്രഗ്നൻറ്റ് മദർ വിത്ത് ദ RH പോസിറ്റീവ് ബ്ലഡ് ഓഫ് ദ ഫീറ്റസ്. അപ്പം RH നെഗറ്റീവ് ഓഫ് ദ ഫീറ്റസ് ഡു നോട്ട് ഗെറ്റ് എക്സ്പോസ്ഡ് ദ RH നെഗറ്റീവ് ബ്ലഡ് ഓഫ് ദ മദർ ഇൻ ദ ഫസ്റ്റ് പ്രഗ്നൻസി as the two bloods are separated by the placenta. അപ്പം പ്രഗ്നൻസിയുടെ സമയത്ത് കുഴപ്പമൊന്നുമില്ല, കാരണം അവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് പ്ലാസൻ്റ വഴിയാണ്. പക്ഷേ പ്ലാസൻ്റ ഇവിടെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡെലിവറി ആവുന്ന സമയത്ത്, ഡെലിവറി ടൈമിൽ ദ എക്സ്പോഷർ ഓഫ് ദ മെറ്റേണൽ ബ്ലഡ് ടു സ്മോൾ എമൗണ്ട് ഓഫ് RH പോസിറ്റീവ് ബ്ലഡ് ഫ്രം ദ ഫീറ്റസ്. അപ്പം അമ്മയുടെ ബ്ലഡ് കുഞ്ഞിൻ്റെ
കുഞ്ഞിന്ന് കിട്ടിയ RH പോസിറ്റീവിനെതിരെയുള്ള ആൻറ്റിജൻ കുഞ്ഞിനകത്ത് തന്നെ ഉണ്ടാക്കിയായിരുന്നു. ഓക്കെ, RH ആൻറ്റിബോഡി ഫ്രം ദ മദർ ക്യാൻ ലീക്ക് ഇൻ ടു ദ ബ്ലഡ് ഓഫ് ദ ഫീറ്റസ്. അതായത് RH പോസിറ്റീവ് ആൻഡ് ഡിസ്ട്രോയ് ദ ഫീറ്റൽ RBC. ഒന്നും മനസ്സിലായില്ലെങ്കിൽ അമ്മയ്ക്ക് RH നെഗറ്റീവ്, കുഞ്ഞിന് RH പോസിറ്റീവ്. പ്രഗ്നൻസി സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം അവരെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന പ്ലാസൻ്റ വഴിയാണ്. പക്ഷേ ഡെലിവറി ടൈമിൽ ഈ ബ്ലഡ് മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് വഴി കുഞ്ഞിൻ്റെ ബ്ലഡ് അമ്മയുടെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അമ്മയുടെ ബ്ലഡ് ഈ പോസിറ്റീവിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കും. ആൻറ്റിബോഡി ഉണ്ടാക്കി കഴിഞ്ഞ് അവിടെ തന്നെ വെച്ചേക്കും. ഇൻ കേസ് 2ാം നമ്പർ പ്രഗ്നൻ്റ് ആകുമ്പം അമ്മയുടെ വയറ്റിനകത്തുള്ള ആൻറ്റിബോഡി 2ാമത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് ബാധിക്കും. അതായത് ആ RBC, ആ കുഞ്ഞിൻ്റെ RBC എല്ലാം അത് കൊന്നു കളയും. അങ്ങനെ അനീമിയ ഉണ്ടാവുകയും അല്ലെങ്കിൽ ജോണ്ടിസ് ഉണ്ടാവും. കുഞ്ഞങ്ങനെ മരിച്ചു. ഈ ഒരു കണ്ടീഷൻ്റെ പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ശേഷം RH ആൻറ്റിബോഡി അമ്മയിലോട്ട് കുത്തിവെച്ചാൽ മതി. ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്താൽ പിന്നെ ഫുള്ള് സീനായിരിക്കും. അതുകൊണ്ടാണ് RH ആൻറ്റിബോഡി കൊടുക്കുന്നത്. ഓക്കെ, അടുത്തതാണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. നമുക്കൊരു മുറിവ് ഇപ്പം തന്നെ നമ്മുടെ മുഖക്കുരു വന്ന് പൊട്ടിച്ചളയും ചിലവർ. അപ്പോൾ എന്തു പറ്റും? ചില ആളുകൾക്ക് പെട്ടെന്ന് അതങ്ങ് മാറും, പക്ഷെ മറ്റ് ചില ആളുകൾക്ക് അത് അവിടെ ഒരുമാതിരി ഫുള്ള് പാട് പോലെയൊക്കെ ഇരിക്കും. അതിൻ്റെ മേളിലൂടെ കുറേ ബ്രൗൺ സബ്സ്റ്റൻസൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. അതായത് നമുക്ക് 2 ടൈപ്പ് ടിഷ്യൂ കൊണ്ടാണ് മുറിഞ്ഞ ടിഷ്യൂവിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഒന്ന്, സിമിലായിട്ടുള്ള ടിഷ്യൂ, പോയ സ്ഥലത്തുള്ള സിമിലായിട്ടുള്ള ടിഷ്യൂ ആണെങ്കിൽ പാടൊന്നും വരില്ല. ഇനി മറിച്ച് വേറെ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് വരുന്നതെങ്കിൽ അതാണ് ഈ പാടൊക്കെ കിടക്കുന്നത്. അത് കുറേ വർഷം എടുക്കും മാറാൻ വേണ്ടിയിട്ട്. അതിവിടെ പഠിക്കണ്ട എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത്, നമ്മുടെ കയ്യെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ നമ്മൾ ഇഞ്ചേർഡ് ടിഷ്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, കുറച്ച് ദിവസം എന്നല്ല കുറച്ച് മണിക്കൂറിന് ശേഷം ബ്ലഡ് എക്സിബിറ്റ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് കൊയാഗുലേഷൻ ഓർ ക്ലോട്ടിങ് ഇൻ പ്ലേസ് ഓഫ് ദ ഇഞ്ചറി ഓർ ട്രോമ എന്ന് വെച്ചാൽ മുറിവ്. ഓക്കെ, ദിസ് ഈസ് എ മെക്കാനിസം ടു പ്രിവെൻറ്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. ദെൻ ഒരു ഡാർക്കായിട്ടുള്ള റെഡിഷ് ബ്രൗൺ സ്കമ്മാണ് ഇഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു കട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഇറ്റ് ഈസ് എ ക്ലോട്ട് ഓർ കൊയാഗുലം ഫോംഡ് ബൈ ബൈ എ ത്രെഡ് ഓഫ് ഫൈബ്രിൻസ്. ത്രെഡ് കോൾഡ് ഫൈബ്രിൻസ്. ഫൈബ്രിൻസ് എന്ന് പറയുന്ന ഒരു ത്രെഡ്, ഒരുപാട് എൻ്റെ ഇപ്പോൾ ത്രെഡുണ്ട്, ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് ത്രെഡിനെ വിളിക്കുന്ന പേരാണ് ഫൈബ്രിൻ. ഓക്കെ, in which dead and damaged formed elements of the blood are trapped. ഇനി ഫൈബ്രിൻസ് ഫോം ചെയ്തേക്കുന്നത് ഫൈബ്രിനോജൻ, പ്ലാസ്മയിലുള്ള ഫൈബ്രിനോജനിനെ ത്രോംബിൻ എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ ഫൈബ്രിനാക്കി മാറ്റും. ഓക്കെ, ഇനി thrombin in turn are formed from the another inactive substance present in the plasma called prothrombin. ഓക്കെ ആണല്ലോ. ഈ ത്രോംബോകൈനേസസ് ആണ്, അതായത് അതൊരു എൻസൈം കോംപ്ലക്സ് ആണ്, ഈസ് റിക്വയർഡ് ഫോർ ദ എബവ് റിയാക്ഷൻ. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ആളുടെ ബോഡിയിൽ ഒരു വൂണ്ടുണ്ടായി. ത്രോംബോകൈനേസസ് എന്ന് പറയുന്ന ഒരു
എൻസൈം കോംപ്ലക്സ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റി. ത്രോംബിനാണ് ഫൈബ്രിനോജനിനെ ഫൈബ്രിൻ ത്രെഡാക്കി മാറ്റുന്നത്. ഓക്കെ, ഈ ഒരു കോംപ്ലക്സിനെ വിളിക്കുന്ന പേരാണ് കാസ്കേഡ് പ്രോസസ്സ്. ഓക്കെ, ഇവിടെ കാൽഷ്യം അയോൺസൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് വഹിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ലിംഫ്. ലിംഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടിഷ്യൂ ഫ്ലൂയിഡ്. നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ സം വാട്ടർ എലോങ് വിത്ത് സോ മെനി സോല്യൂബിൾ സബ്സ്റ്റൻസ് ഈ സെല്ലുകളുടെ ഇടയ്ക്കുള്ള സ്പേസിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ലീവിങ് ദ ലാർജ് പ്രോട്ടീൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫോംഡ് എലമെൻറ്റ്സ് ഇൻ ദ ബ്ലഡ് വെസൽസ്. പുറത്തോട്ട് പോകുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ്. ഇതിനകത്ത് സെയിം മിനറൽ ഡിസ്ട്രിബ്യൂഷനാണ് പ്ലാസ്മയ്ക്കകത്തുള്ള പോലെ. നമ്മൾ പറഞ്ഞില്ലേ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ്, നേരത്തെ അത് തന്നെയാണ് ഇവിടെ പ്ലാസ്മയും ലിംഫൊക്കെ. ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ സെൽ ഒക്കെ ത്രൂ ദിസ് ഫ്ലൂയിഡ്. പിന്നെ an elaborate network of vessels called lymphatic system collect the fluid and drain it back to the major vein. The fluid present in the lymphatic system is called lymph. ഈ ലിംഫ് എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്, കണ്ടെയ്നിങ് സ്പെഷ്യലൈസ്ഡ് ലിംഫോസൈറ്റ്. അത് ഇമ്മ്യൂൺ റെസ്പോൺസിന് റെസ്പോൺസിബിളാണ്. ലിംഫ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരിയറാണ് ന്യൂട്രിയൻസിൻ്റെയും ഹോർമോണിൻ്റെയും. ഫാറ്റ് ആർ അബ്സോർബ്ഡ് ത്രൂ ദ ലിംഫ് ഇൻ ദ ലാക്റ്റിയൽ പ്രസൻറ്റ് ഇൻ ദ ഇൻറ്റർസ്റ്റീഷ്യൽ വില്ലൈ. ഓക്കെ ആണല്ലോ. അപ്പം ഓർത്തിരിക്കുന്ന ടേം ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഓർ ടിഷ്യൂ ഫ്ലൂയിഡ്, ലിംഫാറ്റിക് സിസ്റ്റം, അതൊരു കളർലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. പ്ലാസ്മയൊക്കെ പഠിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞത് യെല്ലോ ഫ്ലൂയിഡാണെന്ന്. ഓക്കെ, ദെൻ എന്താണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി? ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് സർക്കുലേറ്ററി പാത്വേ. 2 ടൈപ്പ് സർക്കുലേറ്ററി പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്, ഓപ്പൺ ഓർ ക്ലോസ്ഡ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്നത് ആർത്രോപോഡ, molluscus എന്നിവയിലാണ്. ഇൻ വിച്ച് ദ ബ്ലഡ് ഇസ് പംപ്ഡ് ബൈ ദ ഹാർട്ട്, passes through the large vessels into the open space and body cavity called sinus. അനലിഡയിലും കോർഡേറ്റയിലുമാണ് ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എക്സിബിറ്റ് ചെയ്യുന്നത്, ഇൻ വിച്ച് ബ്ലഡ് പംപ്ഡ് ബൈ ദ ഹാർട്ട് is always circulated through a closed network of blood vessels. ഈ ഒരു പാറ്റേൺ വളരെ അഡ്വാൻറ്റേജ് ആണ്. റീസൺ, ദ ഫ്ലോ ഓഫ് ബ്ലഡ് ക്യാൻ ബി മോർ പ്രിസൈസ്ലി റെഗുലേറ്റഡ്. അപ്പോൾ കൂടുതലായിട്ട് ഫോളോ ഒന്നും ചെയ്യത്തില്ല, ക്യാൻ ബി പ്രിസൈസ്ലി റെഗുലേറ്റഡ്. എല്ലാ വെർട്ടിബ്രേറ്റും പൊസസ് എ മസ്കുലാർ ചേംബേർഡ് ഹാർട്ട്. ഫിഷസിന് 2 ചേംബേർഡ് ഹാർട്ടാണ് ഉള്ളത്, ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും. ആംബിബിയൻസ് ആൻഡ് ദ റെപ്റ്റൈൽസ് ഹാവ് 3 ചേംബേർഡ് ഹാർട്ട് വിത്ത് 2 ഏട്രിയം ആൻഡ് സിംഗിൾ വെൻട്രിക്കിൾ. പക്ഷേ ക്രൊക്കഡൈല്, ബേർഡ്സ്, മാമൽസിൽ 4 ചേംബേർഡ് ഹാർട്ടാണ്, 2 ഏട്രിയം 2 വെൻട്രിക്കിളും. ഫിഷസിലാണെങ്കിൽ ദ ഹാർട്ട് പംപ്സ് ഔട്ട് deoxygenated blood which is oxygenated by the gills and supplied to the body parts, where deoxygenated blood is returned to the heart. ആംബിബിയൻസിലും റെപ്റ്റൈൽസിലും ലെഫ്റ്റ് ഏട്രിയം റിസീവ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. എവിടെ നിന്ന്?
ഗിൽസിൽ നിന്നോ ലങ്സിൽ നിന്നോ സ്കിന്നിൽ നിന്നോ. ആൻഡ് ദ റൈറ്റ് ഏട്രിയം ഗെറ്റ് ദ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ദ അതർ ബോഡി പാർട്സ്. പക്ഷേ നമ്മുടെ ആംബിബിയൻസ് നമ്മൾ ചെറിയ സിമിലാരിറ്റി ഉണ്ട്. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടാണ്, ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പോകുന്നത് റൈറ്റ് ഏട്രിയത്തിലോട്ടാണ്. ഓക്കെ ആണല്ലോ. പക്ഷേ ഇവർ മിക്സ്ഡ് ബ്ലഡ് മിക്സ് ആവുന്നുണ്ട്. അപ്പം ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ്. അപ്പം ഉണ്ടോ, ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷനാണ്. ബേർഡ്സിലും മാമൽസിലും ഓക്സിജനേറ്റഡും ഡിയോക്സിനേറ്റഡ് ബ്ലഡും റിസീവ്ഡ് ബൈ ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ് ഏട്രിയം റെസ്പെക്റ്റീവ്ലി. നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതായത് ദ വെൻട്രിക്കിൾ പംപ്സ് ഇറ്റ് ഔട്ട് വിത്തൗട്ട് എനി മിക്സിങ് അപ്പ്. അപ്പം ടു സെപ്പറേറ്റ് സർക്കുലേറ്ററി പാത്വേ ആർ പ്രസൻറ്റ് ഇൻ ദീസ് ഓർഗാനിസം. സോ ദ ആനിമൽസ് ആർ കോൾഡ് ഡബിൾ സർക്കുലേറ്ററി. Animals possess double circulation. In human circulatory system, the human circulatory system നെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. അതിനകത്ത് ഒരു മസ്കുലാർ ചേംബേർഡ് ഹാർട്ടാണ്. കൂടാതെ തന്നെ നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ബ്രാഞ്ചിങ് ബ്ലഡ് വെസൽസും പിന്നെ ബ്ലഡാണ് ആ ഒരു ഫ്ലൂയിഡ് വിച്ച് ഈസ് സർക്കുലേറ്റഡ്. ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗനാണ് വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി. എവിടെ? 2 ലങ്സിൻ്റെ ഇടയിൽ, സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടു ദ ലെഫ്റ്റ്. മോഹൻലാലിനെ പോലെയാണ്. കൊള്ളാലോ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ക്ലെൻച്ച്ഡ് ഫിസ്റ്റിന് സിമിലർ. നമ്മളിപ്പോൾ കൈ ആണെങ്കിൽ ഒരാളെ പഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈ വയ്ക്കുന്ന ഒരു പൊസിഷൻ. ഓക്കെ. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു ഡബിൾ വോൾഡ് മെമ്പറേനിയസ് ബാഗാണ് കോൾഡ് പെരികാർഡിയം വിച്ച് ഇസ് എൻക്ലോസ്ഡ് ബൈ എ പെരികാർഡിയൽ ഫ്ലൂയിഡ്. നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. 2 റിലേറ്റീവ്ലി സ്മോൾ upper chambers called atria and 2 larger lower chambers called ventricle. ഒരു തിന്ന് മസ്കുലാർ വാൾ കോൾഡ് ഇന്റർഏട്രിയൽ സ്പെക്ട്രം. അതാണ് റൈറ്റും ലെഫ്റ്റ് ഏട്രിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. വേറസ് എ തിക്ക് വാൾഡ് ഇന്റർവെൻട്രിക്കുലർ സ്പെക്ട്രം സെപ്പറേറ്റ് ദ left and the right ventricle. Okay. Then the atrium and the ventricle on the same side are also separated by a thick fibrous tissue called atrioventricular spectrum. Okay, atrioventricular spectrum. Good. However, എങ്കിൽ പോലും ഓരോ ഈച്ച് ഓഫ് ദ സ്പെക്റ്റ ആർ പ്രൊവൈഡഡ് വിത്ത് എ ഓപ്പണിംഗ്. എന്തിനാണ്? ത്രൂ വിച്ച് ദ 2 ചേമ്പേഴ്സ് ഓഫ് ദ സെയിം സൈഡ് ആർ കണക്റ്റഡ്. ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ദെൻ ദ റൈറ്റ് വെൻട്രിക്കിൾ ഇസ് ഗാർഡഡ് ബൈ എ വാൽവ് കോൾഡ് ട്രൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മസ്കുലാർ ഫ്ലാപ്സ് ഓർ കസ്പ്സ്. വേറസ് നമ്മുടെ ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവാണ് ലെഫ്റ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും ആ ഒരു ഓപ്പണിങ് ഗാർഡ് ചെയ്യുന്ന ഓപ്പണിങ്. യുനോ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ദെൻ അത് രണ്ടിൻ്റെ ഓപ്പണിങ് ഇൻറ്റു ദ നമ്മുടെ റൈറ്റ് ഇരിക്കുന്ന റൈറ്റ് വെൻട്രിക്കിള് പൾമിനറി ആർട്ടറിയിലോട്ടും ലെഫ്റ്റ് വെൻട്രിക്കിള് അയോർട്ടയിലോട്ടും പോകും. ആ ഒരു ബ്ലഡിൻ്റെ ഫ്ലോ കൊണ്ടുപോകും. ദെൻ വാൽവ്, അവിടെ സെമി ലൂണാർ വാൽവ് ഉണ്ട്. ഓക്കെ. വാൽവ്
ബ്ലഡ് ഫ്ലോയിനെ യൂണി ഡയറക്ഷനിലാക്കും, വിച്ച് പ്രിവെൻറ്റ് ദ ബാക്ക്വേർഡ് ഫ്ലോ. ആ ഒരു എൻറ്റയർ ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാർഡിയാക് മസിൽ കൊണ്ടാണ്. ദ വാൾ ഓഫ് ദ വെൻട്രിക്കുലാർ ആർ കോൾഡ് നമ്മുടെ വെൻട്രിക്കിൾസ് ഉണ്ടല്ലോ, താഴത്തെ പാർട്ട്, അത് വളരെ തിക്കായിട്ടാണ് ഏട്രിയത്തിനെക്കാട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ ആണ് നോഡൽ ടിഷ്യൂ വിച്ച് ഈസ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഹാർട്ട്. പിന്നെ ഒരു പാച്ച് ഓഫ് ദിസ് ടിഷ്യൂ ഇസ് പ്രസൻറ്റ് ഓൺ ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം കോൾഡ് സിനോ ഏട്രിയൽ നോഡ്, അല്ലെങ്കിൽ സാൻ എന്ന് വിളിക്കും. Then another mass of tissue is seen in the lower left corner of the right atrium. ഇവിടെ നമ്മൾ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റ ഉണ്ട്. പിന്നെ പെർക്കിൻജി ഫൈബേഴ്സ്. പിന്നെ ഈ അതായത് സൈനോ ഏട്രിയൽ നോഡ് ക്യാൻ ജനറേറ്റ് എ മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, അതായത് 70 മുതൽ 75 പെർ മിനിറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇനിഷ്യേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റിതമിക് കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. നമ്മുടെ ഹാർട്ട് നോർമലി ബീറ്റ് ചെയ്യുന്നത് 70 മുതൽ 75 ടൈംസ് ആണ് ഇൻ എ മിനിറ്റ്. ഓക്കെ, അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് കാർഡിയാക് സൈക്കിളിൽ പോകുന്നതായിരിക്കും ബെറ്റർ, കാരണം ചുറ്റി കാണാൻ സൈക്കിളാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് as the tricuspid and the bicuspid valve are open, blood from the pulmonary vein and vena cava flows into the left and right ventricle. Pulmonary vein എന്നറിയാലോ, vena cava flows from the then respectively through the left and the right atrium. The semilunar valve are closed at this stage. The SA node now generate an action potential which stimulate both the atria to undergo a simultaneous contraction. ഇവിടെ there is an increase in the flow of the blood into the ventricle by 30%. Okay, പിന്നെ the action potential is conducted into the ventricular side by the AVN and AV bundle, from where the bundle of is transmitted through the entire ventricular musculature. This causes the ventricular muscles to contract. Ventricular systole എന്ന് വിളിക്കും. And the atria undergo relaxation called diastole. Okay. Then ഈ വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന വഴി സെമിലൂണർ വാൽവ് ഗാർഡിംഗ് ദ പൾമിനറി ആർട്ടറി ആൻഡ് ദ അയോർട്ട ആർ ഫോഴ്സ്ഡ് ഓപ്പൺ. Then the ventricles now relax, called ventricular diastole, and the ventricular pressure falls, causing the closure of the semilunar valve. പിന്നെ the tricuspid and bicuspid valve are pushed open. Soon the SA node generate a new action potential, and even described above are repeated in that sequence.
നെക്സ്റ്റ് വരുന്നതാണ് റെഗുലേഷൻ ഓഫ് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഈ ഒരു സീക്വൻഷ്യൽ ഇവൻറ്റിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഒരു സൈക്ലിക്കലി റിപ്പീറ്റഡ് ടാസ്കിനെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് സൈക്കിള്. ഇവിടെ ഒരു ഡയസ്റ്റോളും ഒരു സിസ്റ്റോളും ഉണ്ട് ഓഫ് ബോത്ത് ദ ഏട്രിയ ആൻഡ് ദ വെൻട്രിക്കിൾ. മുമ്പ് പറഞ്ഞതുപോലെ ഹാർട്ട് ഒരു മിനിറ്റിൽ 70 ടൈംസാണ് ബീറ്റ് ചെയ്യുന്നത്. that many cardiac cycles are performed per minute. From this, it could be reduced that the duration of the cardiac cycle is 0.8 seconds. ഈ ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ സമയത്ത് ഈച്ച് വെൻട്രിക്കിൾസ് പമ്പ്സ് അബൌട്ട് അപ്രോക്സിമേറ്റ്ലി 70 ml of blood, which is called stroke volume. The stroke volume multiplied by the heart rate gives the cardiac output. Therefore, the cardiac output can be defined as the volume of the blood pumped out by which the ventricles per minute. The average about 5000 ml or 5 liter എന്ന് വിളിക്കാം. You know, the body has an ability to alter the stroke volume as well as heart rate and thereby the cardiac output. കാർഡിയാക് ഔട്ട്പുട്ട് എപ്പോഴും അത്ലറ്റ്സ് അതായത് ഓടുന്ന ചാടുന്നവർക്ക് ഓർഡിനറി മെന്നിനെക്കാട്ടും കൂടുതലായിരിക്കും. അടുത്തത് നമ്മളെപ്പോഴും ഈ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ? ഫസ്റ്റ് സൗണ്ടാണ് ലബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലോഷർ ഓഫ് ദ ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൽവ്. അടുത്ത ഡപ്പ് എന്ന് പറയുന്ന സൗണ്ട് ഇറ്റ്സ് എ ക്ലോഷർ ഓഫ് ദ സെമി ലൂണർ വാൽവ്. ഇതിന് ഡയഗ്നോസ്റ്റിക് സിഗ്നിഫിക്കൻസ് വളരെ കൂടുതലാണ്. അടുത്തതാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. നമ്മളെപ്പോഴും പിപ്പ് 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 പീ ഒരു സൗണ്ട് കേൾക്കൂലേ? എപ്പോഴാണോ ഒരു പേഷ്യൻറ്റിന് കാർഡിയാക് അറസ്റ്റ് വരുന്നത് അപ്പം ഈ പീ ശബ്ദം കുറേ നേരം എക്സ്റ്റെൻഡ് ചെയ്യും. ഈ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇറ്റ്സ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എൻ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാഫ് പേപ്പറാണ്. ECG എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. അപ്പം ഈ ECG ഇലക്ട്രോ കാർഡിയോഗ്രാമിനെയും നമ്മൾ ECG എന്ന് വിളിക്കും. നമുക്ക് ECGക്ക് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. P വേവ്, QRS വേവ്, T വേവ്. P വേവ് എന്ന് പറയുന്നത് ഏട്രിയലിൻ്റെ കോൺട്രാക്ഷൻ, QRS കോൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾ ആൻഡ് T വേവ് റിലാക്സേഷൻ ഓഫ് ദ വെൻട്രിക്കിളാണ് സംഭവിക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോവുക. അപ്പം P വേവ് റെപ്രസെൻറ്റ് ദ ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ ഓർ ദ എക്സൈറ്റേഷൻ ഓഫ് ദ ഏട്രിയ. ഇനി QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ് ആൻഡ് T വേവ് റെപ്രസെൻറ്റ് ദ റീപോളറൈസേഷൻ ഓഫ് ദ ventricles. The counting of the number of QRS complex that occur in the given time period, one can determine the heartbeat rate of an individual. QRS വേവിൻ്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. And any deviation from this shape indicate a possible abnormality or a disease. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഡബിൾ സർക്കുലേഷൻ. ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഒരു സ്ട്രിക്ട്ലി ഫിക്സ്ഡ് റൂട്ടിലൂടെയാണ് ത്രൂ ദ ബ്ലഡ് വെസൽസ്, അതായത് ദ ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ബേസിക്കലി ഓരോ ആർട്ടറിയും വെയിനും കൺസിസ്റ്റ് ഓഫ് 3 ലെയേഴ്സാണ്. ദ ഇന്നർ ലൈനിങ് കോൾഡ് സ്ക്വാമസ് എൻഡോത്തീലിയം, ദ tunica intima, that is the middle layer of the smooth muscles and elastic fibers, and the tunica media and the external layer of the fibrous connective tissue with collagen fibers. Okay.
അപ്പം ഇന്നർ ലൈനിങ് ഓഫ് ദ സ്ക്വാമസ് എൻഡോത്തീലിയമാണ് ട്യൂണിക്ക ഇൻറ്റിമ. ദെൻ ഇടയ്ക്കുള്ളതാണ് ട്യൂണിക്ക മീഡിയ. അവിടെ സ്മൂത്ത് മസിൽസും എലാസ്റ്റിക് ഫൈബേഴ്സുമാണ്. ലാസ്റ്റ് വരുന്നതാണ് ട്യൂണിക്ക എക്സ്റ്റേണ. ഇത് ഔട്ടർ മോസ്റ്റ്, അതായത് ദ എക്സ്റ്റേണൽ ലെയർ ഓഫ് ദ ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, മുമ്പ് പറഞ്ഞതുപോലെ ദ ബ്ലഡ് ഇസ് പമ്പ്ഡ് ബൈ ദ റൈറ്റ് വെൻട്രിക്കിൾ enters the pulmonary artery, whereas the left ventricle pumps blood into the aorta. The deoxygenated blood pumped into the pulmonary artery is passed to the lungs, whereas oxygenated blood is carried by the pulmonary vein to the left atrium. ഓക്കെ, ഈ ഒരു പാത്വേ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പൾമിനറി സർക്കുലേഷൻ. അപ്പോൾ ഒന്നും കൂടി പറയാം. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ റൈറ്റ് വെൻട്രിക്കിൾ എൻറ്റേഴ്സ് ദ പൾമിനറി ആർട്ടറി, വേറസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ബ്ലഡ് ഇൻ ടു ദ അയോർട്ട. ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പമ്പ്ഡ് ഇൻ ടു ദ പൾമിനറി ആർട്ടറി ഇസ് പാസ്ഡ് ഓൺ ടു ദ ലങ്സ്, വേറസ് the oxygenated blood is carried by the pulmonary vein to the left atrium. ഈ ഒരു പാത്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പൾമനറി സർക്കുലേഷൻ. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എൻ്ററിങ് ദ അയോർട്ട ഈസ് carried by a network of arteries, arterioles, capillaries to the tissue, from where the deoxygenated blood is collected by a system of venules, veins and vena cava, is emptied into the right atrium, and this is called systemic circulation. ഈ ഒരു സിസ്റ്റമിക് സർക്കുലേഷൻ്റെ യൂസസ് എന്ന് പറയുന്നത് ന്യൂട്രിയൻസും ഓക്സിജനും ബാക്കിയുള്ള എസെൻഷ്യൽ സബ്സ്റ്റൻസിനെയും ടിഷ്യൂയിലോട്ട് കൊടുക്കുകയും കാർബൺ ഡയോക്സൈഡും ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ദ യുണീക്ക് വാസ്കുലർ കണക്ഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ദ ലിവർ കോൾഡ് എന്താണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഈ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനാണ് ക്യാരി ബ്ലഡ് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ ടു ദ ലിവർ ബിഫോർ ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ ആണല്ലോ. ഈ ല്യൂമൻ എന്നൊക്കെ പറയുമ്പോൾ അകത്തുള്ള അറയാണ്. റെഗുലേഷൻ ഓഫ് ദ കാർഡിയാക് ആക്ടിവിറ്റി. ഈ നോർമൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ഇസ് റെഗുലേറ്റഡ് ഇൻട്രിൻസിക്കലി, അതായത് ഓട്ടോ റെഗുലേറ്റഡ് ആണ് ബൈ എ സ്പെഷ്യൽ മസിൽസ് കോൾഡ് നോഡൽ ടിഷ്യൂ. ഹെൻസ് ദ ഹാർട്ട് ഈസ് കോൾഡ് മയോജനിക്. എ സ്പെഷ്യൽ ന്യൂറൽ സെൻറ്റർ കോൾഡ് മെഡൂല ഒബ്ലാങ്കട്ട അതിനാണ് ക്യാൻ ബോർഡറേറ്റ് ദ കാർഡിയാക് ഫങ്ഷൻ ത്രൂ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അത് ANS. ദ ന്യൂട്രൽ സിഗ്നൽ ത്രൂ വിച്ച് ദ സിംപത്തറ്റിക് നെർവ് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ANS ക്യാൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. ദ പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിഗ്നൽസ് ഡിക്രീസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. ഈ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് ഡിസോർഡേഴ്സ് നമ്മൾ കാണാൻ പോകണുള്ളൂ. ഫസ്റ്റ് വണ്ണാണ് ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറിൻ്റെ ലെവല് നോർമലിനെക്കാട്ടും കൂടും. ഓക്കെ, അതായത് 120/80 ആണ് നോർമൽ എങ്കിൽ 140/90 ഒക്കെ വരും. ഓക്കെ ആണല്ലോ. ഇൻ ദിസ് മെഷർമെൻറ്റ് ഈ ഒരു 120 mmHg എന്ന് പറയുന്നത് ഇസ് ദ സിസ്റ്റോളിക് ഓർ ദ പമ്പിങ് പ്രഷർ. ആ 80 mmHg എന്ന് പറയുന്നത് ഡൈസ്റ്റോളിക് ആണ്, അതായത് റെസ്റ്റിംഗ് പ്രഷർ. ഈ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ ടെൻഷനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഹൈ ബ്ലഡ് പ്രഷർ ലീഡ് ചെയ്യുന്നത് ഹാർട്ട് ഡിസീസിലോട്ട്, സിംപ്ലി പറഞ്ഞ ഹാർട്ട് ഡിസീസാണ്. ഇനി 2-3
ഡിസോർഡേഴ്സും കൂടിയുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പം ടെക്സ്റ്റ് നോക്കിയിട്ട് ഇനിയുള്ള ഡിസോർഡേഴ്സിൻ്റെ പേരെഴുതുക. പിന്നെ അതിൻ്റെ ഹൈഫൺ ഇട്ടിട്ട് ഓരോ ടോപ്പിക്കും ഓരോ ഡിസോർഡറും എഴുതിയിട്ട് ഹൈഫൺ ഇട്ട് എന്താണ് ആ ഒരു പ്രശ്നം എന്ന്, അങ്ങനെ 3 ഡിസോർഡേഴ്സിനെ കുറിച്ചും കൃത്യമായി കമൻറ്റ് ബോക്സിൽ ഇടണം. ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആണെന്ന്. ഇൻ കേസ് ഇഫ് യു ആർ ഫേസിങ് എനി സോർട്ട് ഓഫ് ഡൗട്ട്, പ്ലീസ് ഡു കമൻറ്റ് ദാറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, സോ ദറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ, ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. ഓക്കെ.